അത് കറക്റ്റ്. നിനക്ക് നല്ല തല്ലിന്റെ കുറവുണ്ട്. അത് തരേണ്ട സമയത്ത് തന്നിരുന്നെങ്കിൽ നീ പണ്ടേ നന്നാവുമായിരുന്നു. എങ്കിൽ തല്ലടാ, തല്ല്. ആ പെങ്കൊച്ചിന് വേണ്ടി നീ തല്ലാനും മടിക്കില്ലെന്ന് എനിക്ക് അനുഭവമുണ്ട്. മുമ്പേ അങ്ങനെ ഒന്ന് കിട്ടിയതിന്റെ വേദന ഇപ്പോഴും ഇവിടെ ഉണ്ട്. അറിയാമോ നിനക്ക്? നീ ഇപ്പോഴും അത് മറന്നില്ല. ഞാനന്ന് അത് മറക്കാൻ പറഞ്ഞതല്ല. അന്ന് ഞാൻ സോറിയും പറഞ്ഞിരുന്നു നിന്നോട്. അതെ, തല്ലുകൊണ്ടതേ ഞാനാ, നീയല്ല. നിനക്ക് പെട്ടെന്നത് മറക്കാൻ പറ്റും, എനിക്ക് പറ്റില്ല. അതാണ് പ്രശ്നം. നീ എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക്, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ശരി, അത്ര അത്യാവശ്യമാണെങ്കിൽ നീ ഇറങ്ങിക്കോ, ഒറ്റയ്ക്ക് പോയിക്കോളാം ഞാൻ. तूफान आया है, 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 तूफान आया, तूफान आया है, तूफान आया. നിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വന്നെത്തിക്കഴിഞ്ഞു. കാണുന്നില്ല നീയത്, കാണാൻ കഴിയുന്നില്ല നിനക്ക്. देखा नहीं जाएगा, देखा नहीं. ഒറ്റയ്ക്ക് പോരാടണം. കൊടുങ്കാറ്റിനെ നേരിടാനുള്ള ശക്തി സംഭരിക്കണം. തളരരുത് നീ. തടസ്സങ്ങൾ ഒന്നല്ല, അനവധിയാണ്. ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന്. തളരരുത് നീ. നടപ്പാതകൾ കഠിനം. വിശ്രമിക്കാൻ സമയമില്ല നീ. പോരാടാൻ തുടങ്ങുക. കൊടുങ്കാറ്റിതാ എത്തിക്കഴിഞ്ഞു. തൂഫാൻ ആയാ ഹേ, തൂഫാൻ ആയാ, 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 തൂഫാൻ ആയാ ഹേ, തൂഫാൻ ആയാ. അമ്മ, അമ്മ പതുക്കെ. അമ്മ പതുക്കെ, വേദന എടുക്കുന്നു. പ്ലീസ് അമ്മ, ഒന്ന് പതുക്കത്തേക്ക്. എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന്. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത മാനസിക നിലയിലാണ് അമ്മയെന്നും അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇനിയെങ്കിലും അമ്മ ഇതൊന്ന് മനസ്സിലാക്ക്. രവിവർമ്മൻ സാറിനെ അല്ലാതെ വേറൊരാളെ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് രവിവർമ്മൻ സാറിനോടൊപ്പം മാത്രമായിരിക്കും. ഇപ്പോഴെങ്കിലും അമ്മ അതൊന്ന് മനസ്സിലാക്കണം. വെറുതെ മനസ്സിലാക്കുക മാത്രമല്ല, ദയവ് ചെയ്ത് അമ്മ എന്നെ സഹായിക്കാൻ വേണം. പ്ലീസ്. മിണ്ടായിരിക്കട്ടെ അവിടെ. പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് മനുഷ്യനെ ഭ്രാന്തെടുപ്പിക്കരുത്. മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം അവിടെ. ഇന്ന് അങ്കിളിന്റെ പക്ക നാളാ. അമ്മ നിർബന്ധിച്ച് പുഷ്പാഞ്ജലി കഴിക്കാൻ പറഞ്ഞു വിട്ടു.
ഉടുപ്പ് ശരിയല്ലെങ്കിൽ പിന്നെ എന്ത് പൂജ ചെയ്തിട്ടും കാര്യമില്ല. പറഞ്ഞിട്ട് മനസ്സിലാകണ്ടേ? അല്ല ശ്രീലക്ഷ്മി, എന്തെങ്കിലും പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടോ? രവിവർമ്മ സാറ് എന്നാ ഇനി നാട്ടിൽ വരുന്നേ? പുതിയൊരു ഡെവലപ്മെന്റ് ഉണ്ട്. ഞാനും രവിസാറും തമ്മിലുള്ള ബന്ധം ഞാൻ എന്റെ അമ്മയോട് തുറന്നു പറഞ്ഞു. ആണോ? അതെ, മനഃപൂർവ്വം അല്ല, അറിയാതെ അതങ്ങ് സംഭവിച്ചു പോയതാ. സ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നാൽ നിന്നെ കല്യാണം കഴിച്ച എന്താടി ഒരു കുഴപ്പം? എന്താ കുഴപ്പമെന്ന്? രവിചന്ദ്രവർമ്മൻ എന്ന പേരിൽ സ എന്ന അക്ഷരം ഇല്ല. ആർ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന രവിചന്ദ്രവർമ്മനാ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. നീ സംശയിക്കുന്ന എന്റെ മനസ്സിലെ ജീവിത പുരുഷൻ രവിചന്ദ്രവർമ്മൻ സാറ് തന്നെയാ. ഞാൻ സാറുമായിട്ട് ഇഷ്ടത്തില്ല ഇപ്പോ. ഈ മോതിരം എനിക്ക് രവിവർമ്മൻ സാറ് എന്റെ വിരലിലിട്ട് വന്ന് അമ്മ ഞങ്ങളുടെ മോതിര കല്യാണം കഴിഞ്ഞതാ. അടിപൊളി, സൂപ്പർ. കാലക്കി മോളെ, സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ സമ്മതിക്കാറൊന്നും ആയിട്ടില്ല. അമ്മ എന്നെ വാ തുറക്കാൻ സമ്മതിക്കുന്നില്ല ഇതുവരെ. അമ്മ കേൾക്കാൻ തയ്യാറായെങ്കിലല്ലേ എനിക്കെന്നെ പൂർണ്ണമായിട്ട് തുറന്നു പറയാൻ പറ്റൂ. ഇങ്ങനെ പകുതി വായ അടച്ചാണെങ്കിൽ എല്ലാം കുഴപ്പത്തിലാകും കൃഷ്ണൻ. അതാ എന്റെ പേടി മുഴുവൻ. അങ്ങനെ പേടിക്കണ്ട ശ്രീലക്ഷ്മി. ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവർക്കൊക്കെ ഇതുപോലുള്ള പല കഷ്ടപ്പാടുകളും സാധാരണയാണെന്നേ. അതെ, നീ ധൈര്യമായിട്ടിരിക്കും ശ്രീ. എന്ത് പ്രശ്നം വന്നാലും രവിവർമ്മൻ സാർ ഉണ്ടല്ലോ കൂടെ. അങ്ങനെ അല്ലടി. എനിക്കെന്തോ അമ്മയോട് സംസാരിച്ചതിന് ശേഷം ഒരു സമാധാനം ഇല്ല മനസ്സിന്. രവി സാറാണെങ്കിൽ ഇനി എപ്പം മടങ്ങി വരുന്നു അറിയില്ല. ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇതുവരെ. രവി സാറാണോടി? അതെ. ഇപ്പൊ സമാധാനമായല്ലോ. എന്താ എഴുതിയിരിക്കുന്നേ, പറയാൻ പറ്റുമോ? ഹലോ ശ്രീലക്ഷ്മി, മുമ്പ് പറഞ്ഞിരുന്നില്ലേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങി വന്നാൽ ഉടനെ തന്റെ വീട്ടിലേക്ക് വരുന്ന്, തന്റെ അച്ഛനോടും അമ്മയോടും നമ്മുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന്. ഞാനിന്ന് രാവിലെ മടങ്ങിയെത്തി. തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാനിപ്പോ തന്റെ വീട്ടിലേക്ക് പുറപ്പെടുക. എത്തുമ്പോ നേരിട്ട് കാണാം. എന്റെ ദൈവമേ, ദേ സാറിപ്പ് ഇങ്ങോട്ട് വരാൻ പോകുന്നെന്ന്. വരട്ടെ, എല്ലാം നല്ലതിനാടി. നീ വിഷമിക്കണ്ട വെറുതെ. നീ പോടി അവിടുന്ന്. എല്ലാം നല്ലതിനാണ് പോലും. വീട്ടിലാണെങ്കിൽ എല്ലാം കോളമായിട്ടിരിക്കുക. ഇക്കാര്യം അച്ഛനോട് പറയരുതെന്ന് അമ്മ ആണ ഇടിയിപ്പിച്ചു. സാറാണെങ്കിൽ ദേ ഇങ്ങോട്ട് വരാനും പോകുന്നു. ഞാൻ എന്ത് ചെയ്യൂടി? ഒരു ഇടിവെട്ടിന്റെയും പേമാരിയുടെയും എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ദീപു, ഹലോ ശ്രീലക്ഷ്മി മാഡം, എന്റെ മെസ്സേജ് കിട്ടിയല്ലേ? കിട്ടി സർ. വെരി ഗുഡ്. കുറെ നെറ്റ്വർക്ക് പ്രോബ്ലത്തിന് ശേഷം മെസ്സേജ് കിട്ടിയതിന്റെ സന്തോഷം കൊണ്ടാണ് താൻ വിളിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷെ സാർ എനിക്ക് ഒന്നും പറയണ്ട. ഞാൻ കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച്. രാജാറാം പറയുന്നത് മുഴുവൻ കേൾക്ക്. രാജനന്ദിനി വെയർഹൌസിന്റെ കാലാവധി ഉടൻ കഴിയും. നീ അതിനെക്കുറിച്ച് മനഃപൂർവ്വം മറവി നടിക്കാണിപ്പോ. ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ വെയർഹൌസും പ്രോപ്പർട്ടിയും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ ഇനി ഒരു സംസാരം ഉണ്ടാകില്ല. നീ ആളിനെ വിട്, എനിക്ക് പോണം.
നിന്റെ ഈ വാശി. നിന്റെ ഈ വാശിയാണ് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്. ആ വെയർഹൌസ് പ്രോപ്പർട്ടി നീ സ്വന്തമാക്കിയാൽ GD വെറുതെ ഇരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? He will come back for you. നിന്റെ കയ്യിൽ നിന്ന് വെടിയേറ്റ് വീഴാനല്ല, നിന്നെ വെടിവെച്ച് കൊല്ലാൻ. അത് നിന്റെ സങ്കല്പം. GD എന്നെ ഒരു ചുക്കും ചെയ്യില്ല. നീയാണ് GDയെ ഭയക്കുന്നതും എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതും. സമ്മതിക്കുന്നു, പണ്ട് നീ GDയെ ഭയപ്പെട്ടിരുന്നില്ല, സ്വന്തം ജീവൻ സംരക്ഷിക്കുകയും ചെയ്തു. പക്ഷേ നിനക്ക് നഷ്ടപ്പെട്ടു പോയത് മറ്റൊരു പ്രിയപ്പെട്ട ജീവനായിരുന്നു. പ്രിയപ്പെട്ട രാജനന്ദിനിയുടെ ജീവൻ. രാജനന്ദിനിക്ക് സംഭവിച്ചത് ശ്രീലക്ഷ്മിക്കും സംഭവിച്ച അല്പം മുമ്പ് ചോദിച്ച ചോദ്യം ഞാൻ ഇപ്പോൾ ആവർത്തിക്കുന്നു. രാജനന്ദിനി മരണപ്പെട്ടതുപോലെ ശ്രീലക്ഷ്മിയും മരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? മുൻപ് നഷ്ടപ്പെട്ടത് എന്താണോ അത് തിരിച്ചു കിട്ടുന്ന സന്തോഷത്തിലാ നീ ഇപ്പൊ പിടച്ചടച്ച് ശ്രീലക്ഷ്മിയെ കാണാൻ പോകുന്നത്. അവളുടെ അച്ഛനമ്മമാരോട് സമ്മതം ചോദിക്കാൻ. അതിൽ വിജയിച്ച് നീ അവളെ താലി ചാർത്തി നാളെ രാജനന്ദിനെ പോലെ അവളും നിനക്ക് നഷ്ടപ്പെട്ടാൽ നിനക്കത് താങ്ങാനുള്ള ശക്തിയുണ്ടോ രവി? സ്വയം ആലോചിക്കേ. നീ നിന്റെ പ്രണയം തിരികെ കിട്ടാൻ ശ്രീലക്ഷ്മിയെ സ്വന്തമാക്കും. GD നിന്നോടുള്ള പ്രതികാരം തീർക്കാൻ ശ്രീലക്ഷ്മിയെ കൊന്നൊടുക്കും. ഇവിടെ തകർന്ന് തരിപ്പണമാകുന്നത് ആ പാവം പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ്. മനഃപൂർവ്വം അല്ലെങ്കിലും നിന്റെ ക്രൂരതയുടെ ഇരകൾ സരോജവും സുദർശനനും എന്ന സാധാരണ മനുഷ്യർ. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു പാവം പെൺകുട്ടിയും. ഞാൻ സമ്മതിക്കുന്നു, നിന്റെ മാറ്റങ്ങളിലും സൗഭാഗ്യങ്ങളിലും സന്തോഷങ്ങളിലും കൂടെ നിൽക്കുന്ന ചങ്ങാതിയാണ് ഞാൻ. അത് തന്നെയാണ് എന്റെ ജീവിത ദൗത്യവും. പക്ഷേ ഇപ്പൊ നിന്റെ ഈ നീക്കം 100% തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. GD ഏതോ മറവിൽ തിരിവിൽ നിന്റെ പ്രിയപ്പെട്ടവൾക്കായി കാത്തിരിക്കുന്നു എന്ന ഭയമാണ് എനിക്ക്. ഇന്നലെ അത് രാജനന്ദിനിയാണെങ്കിൽ ഇന്നത് ശ്രീലക്ഷ്മിയാണെന്ന് മാത്രം. ഇനി 2 പ്രാവശ്യം ചോദിച്ച ചോദ്യം അവസാനമായി ആവർത്തിച്ച് അവസാനിപ്പിക്കാം. ഇന്നലെ രാജനന്ദിനി ദാരുണമായി മരിച്ചു. നാളെ ശ്രീലക്ഷ്മിയും നീ കാരണം മരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ഞാനുണ്ടാക്കിയതാ, കഴിച്ചു നോക്ക്. ബാലമ്മ, മാത്രല്ല എന്താ തിരിച്ചു വരാത്തെ? കുറെ നാളുകൾക്ക് ശേഷം ബന്ധുക്കളെല്ലാം ഒരുമിച്ച് കണ്ടതല്ലേ, കൂടെ സപ്താഹവും.
ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാ മതി. എനിക്ക് തോന്നി. ഏതായാലും ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ബ്രദറിൻലോ നമ്മുടെ സീക്രട്ട് റൂമിൽ കയറി തപസ് തുടങ്ങിയിട്ടുണ്ട്. മദറിൻലോ കൂടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി എപ്പോഴാ തിരിച്ചിറങ്ങാന്നറിയില്ല. ഓ രേഖ ഒന്നും മിണ്ടായിരിക്കോ? ഞാനിവിടെ ഒരു മെയിലിന്റെ മറുപടിക്കുള്ള പോയിന്റ് കിട്ടാതെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്നെ കൊണ്ട് പറ്റില്ല ഇത്ര ഓഫീസ് പണിയൊന്നും. ഇതൊക്കെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചേ പറ്റൂ. നോ, ഒരിക്കലും അത് ചെയ്യരുത്. അവനവൻ ചെയ്യാനേൽക്കുന്ന ജോലികൾ അവനവൻ തന്നെ ചെയ്യണം. അതിന് മടിയാണെങ്കിൽ ഒരിക്കലും അത് ഏൽക്കരുത്. പകുതി മനസ്സോടെ ചെയ്യേണ്ടതല്ല കോടികൾ ടേൺ ഓവറുള്ള കമ്പനിയുടെ ബിസിനസ്. ഐ എം സോറി ഏട്ടായി, വെരി സോറി. ഡോണ്ട് ബി സോറി രഘു, ബി സ്മാർട്ട് ആൻഡ് ബി റെസ്പോൺസിബിൾ. നാളെ മുതൽ വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ നിയന്ത്രിക്കേണ്ടത് നീ ഒറ്റയ്ക്കാണ്. ഞാനുണ്ടാവില്ല കൂടെ. വാട്ട്? ഞാൻ ഒറ്റയ്ക്കോ? എന്താ ഏട്ടാ ഈ പറയുന്നത്? ആർ യു ജോക്കിംഗ്? അല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭരണ ചുമതല ഞാൻ വിട്ടു. ഇതാണ് ചുമതല കൈമാറിക്കൊണ്ട് ഞാൻ ഒപ്പിട്ട പേപ്പേഴ്സ്. പിടിക്കുക. Oh my God, what's happening? Brother-in-law, are you serious? അതെ അനിയത്തിക്കുട്ടി. അമ്മയുടെ സാന്നിധ്യം ഇന്നിവിടെ ഇല്ലാത്തതുകൊണ്ട് ദാ ബാലമ്മയെ സാക്ഷി നിർത്തി ഈ ഫയൽ ഞാൻ രഘുവിനെ ഏൽപ്പിക്കുക. രഘു, come on, take it. Take it, I say. നോ ചേട്ടായി, നോ, പറ്റില്ല. എനിക്ക് ഇങ്ങനൊരു ചേഞ്ച് നമ്മുടെ അമ്മ സമ്മതിക്കില്ല. ഈ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല ചേട്ടായി. ചേട്ടായി, ചേട്ടായിക്ക് ഇത് എന്തു പറ്റി? വൈ ആർ യു ഡൂയിങ് ദിസ്? ആരാ ഓഫീസിൽ ചേട്ടായിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? ജസ്റ്റ് ടെൽ മീ ഹിസ് നൈം. ഞാൻ നേരിട്ട് പോയി അവനെ ചവിട്ടി പുറത്താക്കും ഇപ്പൊ തന്നെ. അങ്ങനെ ആരും പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നുമല്ല. ഇറ്റ്സ് സ്ട്രിക്ട്ലി എ പേഴ്സണൽ ഡിസിഷൻ. പക്ഷേ കുഞ്ഞെ, ഗായത്രി അമ്മ കൂടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക്, അതും അത്യാവശ്യപ്പെട്ട് ഈ രാത്രി സമയത്ത് ഇത്തരം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കുറച്ച് സാവകാശം. അമ്മയോട് ബാലമ്മ തന്നെ വിവരം വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ എന്റെ തീരുമാനം മാറ്റില്ല. ചേട്ടായി, 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 ചേട്ടായി പ്ലീസ്, ചേട്ടായി പ്ലീസ് നിക്ക്. ചേട്ടായി, ഞാനിത് സമ്മതിക്കില്ല. രഘുക്കുഞ്ഞ് വല്ലാതെ പേടിച്ചിരിക്കുക. കുഞ്ഞൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കൂ. ഗായത്രി അമ്മ പോലും ഇപ്പൊ ഇവിടെ ഇല്ല. ബ്രദറിൻലോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരായാലും ഷോക്കായി പോവും ബാലമ്മ. എന്തിനായിരുന്നു ഇപ്പൊ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ്? മുമ്പൊരിക്കലാണെങ്കിൽ കമ്പനിയുടെ ചുമതല രഘുവിനെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ബ്രദറിൻലോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് അപ്പോഴത്തെ എന്തോ ഒരു കുരുട്ട് ബുദ്ധിയിൽ തോന്നി പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യമായിട്ട് ഞാൻ ബ്രദറിൻലോയെ ഇക്കാര്യം പറഞ്ഞ് നിർബന്ധിച്ചിട്ടേ ഇല്ല. പിന്നെ എന്തിനാ ബ്രദറിൻലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇറ്റ്സ് സോ സ്ട്രേഞ്ച്. രഘു, ചേട്ടായി,
ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് നേരിട്ട് സംസാരിക്കണം. ഒരു മിനിറ്റ്. നോ യു സ്റ്റേ ദർ. അനിയത്തിക്കുട്ടി ലിസൺ. അനിയത്തിക്കുട്ടിയോ രഘുവോ എന്നെ നിർബന്ധിച്ചിട്ടല്ല ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാനായിട്ടെടുത്തൊരു തീരുമാനമാണ്. സ്ട്രിക്ട്ലി മൈ ഓൺ ഡിസിഷൻ. ഇത്രയും വർഷം കമ്പനി ഞാൻ മാനേജ് ചെയ്തു. ഇനി നിങ്ങൾ ചുമതല ഏറ്റെടുത്ത് നടത്തേണ്ട സമയമായി. നമ്മുടെ കമ്പനിയോട് നിങ്ങൾക്കുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ. അത് നിങ്ങൾ നിറവേറ്റിയേ പറ്റൂ. ഒരു ചക്രവർത്തി മാത്രം വിചാരിച്ചാൽ ഒരു സാമ്രാജ്യവും വളരില്ല രഘു. അതിന് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഞാൻ കമ്പനിക്ക് വേണ്ടി ഇത്രയും നാൾ അധ്വാനിച്ചു. ഇനി മുതൽ നിങ്ങളുടെ ഊഴമാണത്. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്. ബ്രദറിലോ നോർമൽ അല്ലാന്ന് തോന്നുന്നു. സംതിങ് ഇസ് റോങ് വിത്ത് ഹിം. അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞ്. രവി കുഞ്ഞ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവും. വെറുതെ എഴുതാപ്പുറം വായിക്കരുത് രേഖ കുഞ്ഞ്. അതിന് ഞാനെന്ത് പറഞ്ഞെന്നാ ബാലമ്മ പറയുന്നേ? ഷെടാ, ഇതിപ്പോ മധുരമുള്ള ഇവിടെ ഇല്ലാത്തപ്പോ ബാലമാൻ എന്നെ ഭരിക്കാൻ വരുവാണല്ലോ. രേഖ, എനിക്ക് പറ്റില്ല രേഖ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ ചേട്ടായി കാണണം, അല്ലെങ്കിൽ അമ്മയെ കാണിച്ചതാ. എനിക്ക് എന്റെ തല പെരുക്കുവാ. ഐ എം നോട്ട് ഓക്കെ. എന്നെ കൊണ്ട് പറ്റില്ല. പറ്റില്ല രേഖ. എന്നെ കൊണ്ട് പറ്റില്ല. പ്ലീസ് ടെൻഷൻ ആവല്ലേ. പറ്റില്ല. എനിക്ക് പറ്റില്ല. പ്ലീസ് ടെൻഷൻ ആവാതെ. പ്ലീസ് രഘു. പറ്റില്ല രേഖ. ടെൻഷൻ ആവല്ലേ. എനിക്ക് പറ്റില്ല. രഘു റിലാക്സ്. ഗോപി, രഘുവിന് ടെൻഷൻ വരുമ്പോ കൊടുക്കുന്ന ഗുളിക റൂമിൽ ഇരിപ്പുണ്ട്. മീശയുടെ ഡ്രോയില് എടുത്തിട്ട് വാ. ശരി മാഡം. യമുന, വെള്ളം. രഘു കൂൾ ഡൗൺ. പറ്റില്ല. രഘു കൂൾ ഡൗൺ പ്ലീസ്. പറ്റില്ല രേഖ. ഇതാ മാഡം. എന്നെ കൊണ്ട് പറ്റില്ല. കുടിക്ക്. രഘു റിലാക്സ്. രഘു വിഷമിക്കണ്ട. കാം ഡൗൺ. റിലാക്സ്. യു കൻ ഹാൻഡിൽ ഇറ്റ്. ധൈര്യമായിട്ടിരിക്കെ. രഘുവിനെ സഹായിക്കാൻ ഓഫീസിൽ ഞാനും വരാം. എന്തേ, അതുപോരെ? താനും വരും എന്റെ കൂടെ. പ്രോമിസ്, വരാം. തൽക്കാലം രഘു ഒന്ന് വിശ്രമിക്കേ. വാ, നമുക്ക് റൂമിൽ പോവാം. ഓക്കെ, റൂമിൽ പോ. ഓക്കെ, ഞാൻ പോട്ടെ. പോട്ടെ. റൂമിൽ പോ. നീ സഹായിക്കുമല്ലേ? അപ്പൊ പറ്റും. പറ്റും. യമുന, ഞങ്ങൾക്ക് ചായ കൊണ്ടുവരാൻ പറഞ്ഞല്ലേ? വാട്ട് ആർ യു ഡൂയിങ് ദേർ? യമുന, ദാ വരുന്നു മാഡം. ഞാൻ പിന്നെ വിളിക്കാം സുകന്യ. എന്താ മാഡം, എന്താ വേണ്ടത്? ആഹാ, ബെസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലേ? ആരോടായിരുന്നു ഇത്ര വലിയ സംസാരം? സ്വയം മറന്നായിരുന്നല്ലോ നിൽപ്പ അവിടെ. സുകന്യായിരുന്നു മാഡം. അവള് ചില പ്രശ്നങ്ങളില്ല. സുകന്യയോ? അവള് 2 ആഴ്ച ലീവെന്ന് പറഞ്ഞു പോയിട്ട് മടങ്ങി വന്നില്ലല്ലോ ഇതുവരെ. ഉടനെ മടങ്ങിവരെന്ന് തോന്നുന്നില്ല മാഡം. അത് പറയാനാ അവളെന്നെ വിളിച്ചത്. സുകന്യയുടെ അനിയത്തിയുടെ ഭർത്താവ് ഇന്നലെ മരിച്ചുപോയി. ക്യാൻസർ ആയിരുന്നു. ഏത്? ആ പെൺകുട്ടിയേക്കാൾ ഇരട്ടി വയസ്സുള്ള ആളോ? അതെ മാഡം. അവള് കല്യാണം കഴിച്ചത് 45 വയസ്സുള്ള ഒരാളെയാ.
ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയില്ലല്ലോ. 1 വർഷം പോലും തികഞ്ഞില്ല മാഡം. ആ മനുഷ്യൻ മരിച്ചെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യം കഷ്ടത്തിലാവുന്ന ഉറപ്പാ. 20-22 വയസ്സേ പ്രായമുള്ളൂ. അയാൾക്ക് 46. അയാള് വലിയ കാശുകാരനാ. അയാളുടെ കാശ് കണ്ട് കല്യാണം കഴിച്ചതാ അവളെ. അയാൾക്കാണെങ്കിൽ ഇത് 2ാം ഘട്ടം. ആദ്യ ഭാര്യ നേരത്തെ മരിച്ചു പോയിരുന്നു. പെണ്ണും കൊള്ളാം ആണും കൊള്ളാം, നല്ല ജോഡി. ഇതോടെ അവളുടെ ഭാവി കട്ടപ്പുകയായില്ലേ. അതിപ്പോ പെൺകുട്ടിക്ക് പ്രായം കുറവാണെന്നല്ലേ പറഞ്ഞത്? വേണ്ടത്ര പക്വത കാണില്ല, അതാ ഇങ്ങനെ സംഭവിച്ചത്. വീട്ടുകാര് ആ കുട്ടിക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തിയതായിരുന്നു മാഡം. അവരെ ധിക്കരിച്ച അവൾ ഈ പണക്കാരനെ കല്യാണം കഴിച്ചത്. ഇപ്പൊ ഭർത്താവും ഇല്ല, വീട്ടുകാരും ഇല്ലാത്ത അവസ്ഥയാ. വരുമാനം ഇല്ലാത്തതുകൊണ്ട് സുകന്യയ്ക്കും കഴിയുന്നില്ല അവരെ സഹായിക്കാൻ. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല യമനെ. കുറച്ചു ദിവസം കഴിയുമ്പോ അയാളെ ആ പെൺകുട്ടി മറക്കും, മറ്റുള്ളവര് മറക്കും. പിന്നെ ആ കുട്ടി പുതിയൊരു ജീവിതം തുടങ്ങിക്കോളും. അതേ സംഭവിക്കും. എന്നാലും വീട്ടുകാരുടെ വാക്കുകേട്ട് ആ പയ്യനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നു മാഡം. അത് പറഞ്ഞ പാവം സുകന്യ കരയുന്നത്. പ്രേമിക്കുന്നവർ പരസ്പരം സമ്മതിച്ച് കല്യാണം കഴിച്ച ശേഷം പെൺകുട്ടി അങ്ങനെ ചിന്തിക്കണമായിരുന്നു, പുരുഷൻ ഇങ്ങനെ ചിന്തിക്കണമായിരുന്നു എന്നൊക്കെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ട് ഒരർത്ഥവുമില്ല. 2 ആൾക്ക് സന്തോഷത്തോടെ കുറച്ചു നാളെങ്കിലും ജീവിക്കാൻ പറ്റിയ അത് തന്നെ വലിയ കാര്യം. പിന്നെ എന്താന്ന് വെച്ചാ ഈ മരണം അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. വയസ്സായവര് മാത്രമല്ല, എല്ലാ പ്രായത്തിലുള്ളവരും മരിക്കും. ഇക്കാര്യത്തിൽ ആ പെൺകുട്ടിയെയോ അല്ലെങ്കിൽ ആ പുരുഷനെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയല്ല ബാലമ്മ. ഇവിടെ ആ പുരുഷന് പൂർണ്ണമായിട്ടും തെറ്റുകാരൻ. അയാൾ തന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നു. അയാൾക്ക് അവളോടുള്ള പ്രേമത്തിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഇതുപോലുള്ള അപകടങ്ങൾ മുൻകൂട്ടി കാണണമായിരുന്നു. വയസ്സുള്ള അവക്ക് ഇനി ഒരുപാട് ജീവിതം ബാക്കിയുണ്ടായിരുന്നു. തന്റെ സ്വാർത്ഥതയിൽ അത് അയാൾ ചിന്തിച്ചില്ല. തെറ്റ് ആ പെൺകുട്ടിയുടേതല്ല, തെറ്റ് അയാളുടെ ഭാഗത്ത് മാത്രം.